മോളിവുഡിന്റെ ബ്രാൻഡ് ഡയറക്ടറായിട്ടുള്ള വിനീത് ശ്രീനിവാസന്റെ ഒരു പുതിയ സിനിമ റിലീസായിട്ടുണ്ട്. ഈ ഒരു സിനിമയ്ക്ക് നിലവിൽ ഇപ്പോൾ ഒരു മിക്സ്ഡ് റിവ്യൂസ് ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിനീതിന്റെ ഇതുവരെ ഡയറക്ട് ചെയ്ത സിനിമകളിൽ ഏറ്റവും വീക്കസ്റ്റ് വർക്കാണിത്. ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ അല്ല ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വിനീത് ഇതുവരെ ഡയറക്ട് ചെയ്ത സിനിമകളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ സംസാരിക്കുന്നത്. 2010 വിനീത് ആദ്യമായിട്ടൊരു സിനിമ സംവിധാനം ചെയ്യുന്നത്. മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന ആ ഒരു സിനിമ അത്യാവശ്യം വിജയമായിട്ട് മാറിയ ഒരു സിനിമ കൂടിയാണ്. കുറച്ച് പുതുമുഖങ്ങളെ വെച്ചിട്ടാണ് ആ ഒരു സിനിമ വിനീത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു പുതുമുഖങ്ങളിലെ നായകൻ പിന്നീട് മലയാള സിനിമയുടെ നിവിൻ പോളിയായി മാറി. നിവിന്റെ ആദ്യ സിനിമയായിരുന്നു മലർവാടി ആർട്സ് ക്ലബ്ബ്. എന്നാൽ വിനീത് ശ്രീനിവാസൻ എന്ന ഡയറക്ടറുടെയും നീംപോളി എന്ന ആക്ടറുടെയും ബ്രേക്ക് ത്രൂ ആയിട്ട് മാറിയ സിനിമ എന്ന് പറയുന്നത് തട്ടത്തി മറിയത്താണ്. 2012 ആ ഒരു സിനിമ റിലീസാവുന്നത്. യൂത്തിനിടയിലൊക്കെ വൺ സെലിബ്രേറ്റ് ആയുള്ള ഒരു പടമാണ്. നിവിനൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ടായി കൊടുത്ത പടമാണ്. അപ്പോൾ ഈ ഒരു സിനിമ വലിയൊരു വിജയം തന്നെയായിരുന്നു. ഇപ്പോഴും ആളുകൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സിനിമ കൂടിയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സിനിമയെ ക്രിഞ്ച് എന്ന് വിളിക്കുന്നവരുമുണ്ട്. എങ്കിലും കൂടുതൽ ആളുകളും ഈ ഒരു സിനിമ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ്. പിന്നീട് തൊട്ടടുത്ത വർഷം 2013 വിനീത് അടുത്ത സിനിമയുമായിട്ട് വരികയാണ്. ശോഭനയും ധ്യാനും ഒരുമിച്ച് അഭിനയിച്ച തിര എന്ന സിനിമയാണ്. പക്ഷെ ആ ഒരു സിനിമ ഫ്ലോപ്പായിട്ട് മാറി. ഒരു എക്സ്പെരിമെന്റൽ സിനിമയായിരുന്നു. കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു ത്രില്ലർ സ്വഭാവത്തിൽ വന്ന സിനിമയാണ്. പക്ഷെ അതിന്റെ സ്ക്രിപ്റ്റ് വിനീത് ആയിരുന്നില്ല, റൈറ്റർ ആയിട്ടുള്ള രാകേഷ് ആയിരുന്നു. പക്ഷെ ഈ ഒരു സിനിമ അന്ന് ഫ്ലോപ്പ് ആയെങ്കിൽ കൂടി പിന്നീട് ഒരുപാട് ഫാൻസ് ഉണ്ടായുള്ള സിനിമയാണ്. ടെക്നിക്കലി നോക്കുകയാണെങ്കിലും ഇതിന്റെ സ്ക്രീൻ പ്ലേ ഒക്കെ നോക്കുകയാണെങ്കിലും വളരെ മികച്ചൊരു സിനിമ തന്നെ ആയിരുന്നു ഇത്. അങ്ങനെ ആ ഒരു പടം വിനീതിന്റെ കരിയറിലെ ആദ്യ ഫ്ലോപ്പ് ആയിട്ട് മാറി. പിന്നീട് 2016 അടുത്ത സിനിമ ഡയറക്ട് ചെയ്യുന്നത്. നീംപോളി നായകനായിട്ടുള്ള ജേക്കബിന്റെ സ്വർഗരാജ്യം. ഈ ഒരു പടം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറി. വിനീത് അതുവരെ ചെയ്ത സിനിമകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിട്ട് അത് മാറി. ഈ ഒരു സിനിമയാണ് വിനീതിന്റെ ഏറ്റവും കൂടുതൽ ആളുകളെ സാറ്റിസ്ഫൈ ചെയ്ത അവസാനത്തെ പടം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനുശേഷം വിനീത് ഒരു ഡൗൺഫാളിലേക്ക് പോയെന്നൊന്നും ഞാൻ പറയില്ല. ഇതിനുശേഷം എല്ലാവരെയും ഒരുപോലെ ഇഷ്ടപ്പെടുത്തിയൊരു പടം പിന്നീട് ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് 6 വർഷത്തിന് ശേഷമാണ് വിനീത് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ റിലീസാവുന്നത്. 2022 ഹൃദയം റിലീസായിട്ടുള്ളത്. പ്രണവിന്റെ കരിയറിൽ അത്യാവശ്യം മാർക്കുണ്ടാക്കിയൊരു സിനിമയാണിത്. നിലവിൽ വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എന്ന റെക്കോർഡുള്ള ലോകയിലെ നായികയായിട്ടുള്ള കല്യാണിക്കും ഒരു മൈലേജ് ഉണ്ടാക്കി തന്ന സിനിമ തന്നെയാണിത്. ഈ ഒരു സിനിമ കോവിഡ് ടൈമിലാണ് റിലീസാവുന്നത്. എന്നിട്ട് കൂടി പ്രണവിന്റെയും അതേപോലെ വിനീതിന്റെയും ആദ്യ 50 കോടി കളക്ട് ചെയ്യുന്ന സിനിമ എന്ന റെക്കോർഡും ഈ ഒരു സിനിമ സ്വന്തമാക്കി. കേരളത്തിൽ മാത്രമല്ല അന്യഭാഷയിലും അത്യാവശ്യം ഫാൻസ് ഉള്ളൊരു സിനിമ കൂടിയാണിത്. ഈ ഒരു പടം തിയേറ്റർ റിലീസായപ്പോൾ ഒരു ഹെവി പോസിറ്റീവ് റിപ്പോർട്ട് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വലിയ വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നതും. എന്നാൽ സിനിമയുടെ OTT റിലീസ് ആയതോടുകൂടി ഈ ഒരു സിനിമയ്ക്ക് ഒരുപാട് ട്രോളുകൾ വരാൻ തുടങ്ങി. സിനിമയിലെ പല സീനുകളെയും ആളുകൾ ക്രിഞ്ച് എന്ന് വിളിച്ച് ട്രോളാൻ തുടങ്ങി. ആളുകൾ ഏറ്റവും കൂടുതൽ ക്രിഞ്ച് എന്ന് വിളിച്ചത് ഈ ഒരു സിനിമയെ കുറിച്ചായിരിക്കും. വിനീതിന്റെ പടങ്ങളെല്ലാം ക്രിഞ്ചാണെന്ന് ആളുകൾ പറയാൻ തുടങ്ങിയത് ഈ ഒരു പടം കാരണമാണ്. പിന്നീട് മറ്റൊരു ട്രോളായിരുന്നു ചെന്നൈ സ്റ്റാർ എന്നൊക്കെ വിളിക്കുന്നത്. വിനീത് സിനിമകളിലെ ചെന്നൈ കണക്ഷനെയും ആളുകൾ ട്രോളി. തിയേറ്ററിൽ അത്രയും പോസിറ്റീവ് റിപ്പോർട്ട്സ് കിട്ടിയ ഹൃദയം എന്ന സിനിമയ്ക്ക് പിന്നീട് ഏറ്റവും കൂടുതൽ ട്രോളുകൾ കിട്ടിയ സിനിമകളൊന്നായി മാറി. പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം 2024 വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുമായിട്ട് വിനീത് വന്നു. ഹൃദയത്തിന് ഇത്രയും ട്രോളുകൾ പിന്നീട് കിട്ടിയത് കൊണ്ട് തന്നെ ഇതൊരു പരാജയ ചിത്രമാകുമെന്ന് പലരും വിധിച്ചു. മാത്രമല്ല ക്ലാഷ് റിലീസായിട്ട് ഫഹദിന്റെ ആവേശവും ഉണ്ടായിരുന്നു. അങ്ങനെ പടം റിലീസായി ക്ലാഷിൽ ആവേശം വിജയിച്ചെങ്കിൽ കൂടി ഈ ഒരു പടവും വലിയൊരു വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് മാറി. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പടത്തിലെ സെക്കൻഡ് ഹാഫിലെ നിവിന്റെ അഴിഞ്ഞാട്ടമായിരുന്നു. നിവിൻ പോളിയുടെ തിരിച്ചുവരവായിട്ട് അത് ആഘോഷിച്ചു. OTT റിലീസായപ്പോൾ വീണ്ടും ട്രോളുകളായി. നിവിന്റെ തിരിച്ചുവരവ് ആഘോഷിച്ചപ്പോൾ പ്രണവിനായിരുന്നു കൂടുതൽ ട്രോളുകളും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് പിന്നീട് 2025 കരം എന്ന പടം റിലീസാവുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ വിനീതല്ല, ഇതിലെ നായകനായിട്ടുള്ള നോബിൾ തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും. എന്തായാലും പടം ഒരു ആവറേജ് എക്സ്പീരിയൻസ് മാത്രമാണ്. തിയേറ്ററിൽ നിലവിൽ ഇത് പരാജയമാവാനുള്ള സാധ്യത തന്നെയാണുള്ളത്. ഇതൊരു ആക്ഷൻ ജോണറുള്ള പടമാണ്. സാധാരണ ഫീൽ ഗുഡ് ആണ് വിനീതിന്റെ ഒരു കംഫർട്ട് ജോണർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കംഫർട്ട് സോണിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തൊരു വർക്കാണിത്. എങ്കിലും കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. കരത്തിന്റെ ട്രെയിലർ റിലീസ് ആയപ്പോൾ ഫ്രം ദ ഡയറക്ടർ ഓഫ് തിര എന്നായിരുന്നു ട്രെയിലർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. തിര എൻ്റെ ഒരു ഫേവറേറ്റ് ഫിലിമാണ്. ഈ ഒരു പടവും നമുക്ക് തിരയുമായിട്ടൊരു സിമിലാരിറ്റി തോന്നുന്ന ഒരു സിനിമയാണ്. പക്ഷെ തിരയിലുള്ള ഒരു ഇമോഷണൽ കണക്ട് ഒന്നും ഈ ഒരു പടത്തിലില്ല. പിന്നെ ഈ സിനിമകളിലെ ഏറ്റവും വലിയ പോസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു പടത്തിലെ മ്യൂസിക് ആയിരിക്കും. ആ ഒരു മ്യൂസിക്കൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ വളരെ മികച്ച രീതിയിലായിരിക്കും. ആ ഒരു മ്യൂസിക് പ്ലേസ്മെന്റ് കാരണമാണ് നമുക്ക് തിയേറ്ററിൽ കാണുമ്പോൾ പലതും ക്രിഞ്ചായിട്ട് തോന്നാത്തത്. പക്ഷെ കരത്തിൽ മ്യൂസിക്കും ആവറേജ് മാത്രമായിരുന്നു. ഷാൻ റഹ്മാൻ ഇത്തവണ നിരാശപ്പെടുത്തിയെന്ന് തന്നെ പറയാം. വിനീത് സിനിമകളിലെ മറ്റൊരു പോസിറ്റീവാണ് വളരെ എൻഗേജിങ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത്. ഇവിടെ അതും മിസ്സിംഗ് ആണ്. ജോണർ മാറെങ്കിലും ഇവിടെയും കുറച്ച് ക്രിഞ്ച് സീനുകളൊക്കെ ഉണ്ട്. കാരണം OTT റിലീസ് ആകുമ്പോൾ ആ ക്രിഞ്ച് സീനുകൾ ചിലപ്പോൾ ട്രോൾ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വിനീതിന്റെ മലർവാടി മുതൽ ജേക്കബിന്റെ സ്വർഗരാജ്യം വരെയുള്ള സിനിമകളുടെ റിപ്പീറ്റ് വാല്യൂ ഇപ്പോഴത്തെ അവസാന 3 പടങ്ങൾക്കും ഇല്ലാന്ന് തന്നെ പറയാം. റീവാച്ച് ചെയ്താൽ കൂടുതൽ ക്രിഞ്ച് സീനുകളായിരിക്കും ഉണ്ടാവുക. പിന്നെ വിനീതിനെ മുഴച്ചു നിൽക്കുന്ന നൊസ്റ്റാൾജിയ ഇപ്പോൾ ആളുകൾക്ക് മടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഓരോ സിനിമകൾ കൂടുന്തോറും ഇപ്പോൾ ആ പഴയ ക്വാളിറ്റി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ കൂടി ഒരു മികച്ച സിനിമയായിട്ട് വിനീതിന് തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി താഴെ കമന്റ് ചെയ്യുക. വീഡിയോയുടെ അവസാനിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.